കുറച്ചു മുമ്പുള്ള ആ ലൈവില് നമുക്ക് കാണാൻ സാധിച്ചത് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സിബിനെ വിളിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു, ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിബിൻ താൻ മാക്സിമം ഇവിടെ നിൽക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കളെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റുകയാണെന്ന് പറയുന്നു. സിബിന്റെ മെന്റൽ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ടാണ് തൽക്കാലം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ സിബിനെ പുറത്തേക്ക് വിടുന്നു എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളോടും ബിഗ് ബോസ് പറയുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിനെ ഒന്ന് മാറ്റുകയാണ് എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ തന്നെ വിഷമിച്ചിരിക്കുന്ന ഋഷിനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും സിബിൻ മടങ്ങി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിബിൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു സിബിന്റെ ഒരു മെന്റൽ ട്രോമ ട്രിഗർ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇൻസിഡൻസ് ആയിരുന്നു ഉണ്ടായത് എന്ന്. സിബിൻ മെന്റലി ഇത്രത്തോളം ഡൗൺ ആയി ഈ ഒരു സ്ഥിതിയിലാവാനായിട്ട് കാരണം കഴിഞ്ഞ വീക്കിലെ എപ്പിസോഡ് തന്നെയായിരുന്നു. ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തവരൊക്കെ അത്രയും അന്തസ്സായി നടക്കുമ്പോൾ ഒരു ചെറിയ ആക്ഷൻ കാണിച്ചു എന്നുള്ളൊരു പേരിൽ നിർത്തി അപമാനിക്കുന്ന ലാലേട്ടനെയും അതിനുശേഷം പവർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് വീണ്ടും അപമാനിക്കുന്ന ബിഗ് ബോസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഒരാളുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴാണ് അയാളുടെ കൈവിട്ട് പോവുക എന്നുള്ളത്. ശരിക്കും അയാളെ മെന്റലി ഡൗൺ ചെയ്ത് അയാൾക്ക് ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ റീസൺ ബിഗ് ബോസ് തന്നെയാണ്. എന്തായാലും സിബിൻ തിരികെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.